സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. 1947. തോൽവിറകു സമരം നടന്ന ജില്ല. തോൽവിറകു സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറകു സമരം നടന്നത്. ഒരു കണ്ണിനു മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്. ഒരു കണ്ണിനു മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേര്. ആംബ്ലിയോപ്പിയ എന്നാണ്. ഒരു കണ്ണിനു മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിന്റെ പേരാണ് ആംബ്ലിയോപ്പിയ. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം. ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി 30. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 ആണ്. 1857. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. തീരദേശ സംരക്ഷണ ദിനം എന്നാണ്. തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1 ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം. കേരളത്തിന്റെ വിസ്തീർണം. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഒരേയൊരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഒരേയൊരു കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ്. പാമ്പാർ. കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 ആണ്. 1809 ജനുവരി 11. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954-ലാണ്. 1954. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയത് കബനി നദിയാണ്. കബനി. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത KC ഏലമ്മയാണ്. KC ഏലമ്മ. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റു.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. 10ാം പഞ്ചവത്സര പദ്ധതി. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്. എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ്. കേരളത്തിൽ ആകെ നദികളുടെ എണ്ണം 44 നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികൾ, കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. കാർഗിൽ യുദ്ധം നടന്ന വർഷം. കാർഗിൽ യുദ്ധം 1999 കാർഗിൽ യുദ്ധം നടന്നത്. 1999. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. മുനിയറകൾക്ക് പ്രസിദ്ധമായത് മറയൂറാണ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ് ആണ്. ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. 1.3 സെക്കൻഡ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകമാണ് കിലോ വാട്ട് അവർ. GST കൗൺസിലിൻ്റെ ആസ്ഥാനം. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. 1857 കലാപത്തിന് ബറൗട്ടിൽ നേതൃത്വം നൽകിയത്. 1857 കലാപത്തിന് ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാലാണ്. ഷാമാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ്. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ്. ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 21. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005. 2005. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം. ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. ഏതിൻ്റെ അയിരാണ് സ്പെറിലൈറ്റ്? സ്പെറിലൈറ്റ് പ്ലാറ്റിനത്തിൻ്റെ അയിരാണ്. സ്പെറിലൈറ്റ് എന്നത് ഏതിൻ്റെ അയിരാണ്? പ്ലാറ്റിനം. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്ന പാലം. മാർത്താണ്ഡവർമ്മ പാലം എന്നറിയപ്പെടുന്നത് ആലുവ പാലമാണ്. ആലുവ പാലമാണ് മാർത്താണ്ഡവർമ്മ പാലം എന്ന് അറിയപ്പെടുന്നത്. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണം. മറ്റു മരങ്ങളുടെ വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്ന മരത്തിന് ഉദാഹരണം ചന്ദനമാണ്. ചന്ദനം.
അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം. അശോക ചക്രത്തിലെ ആരക്കാലുകൾ 24. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം 5. ലോക സോറിയാസിസ് ദിനം എന്നാണ്. ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ 29 ഒക്ടോബർ 29. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. വീക്ഷണ സ്ഥിരത. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 23. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ലയിലാണ്. കോട്ടയം. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് BR അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണം ഏത് വർഷമാണ് ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? 1961. 1961. ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏത്? ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. 2013 ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യം അറിയപ്പെടുന്നത്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യം ന്യൂ ഹൊറൈസൺസ്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യമാണ് ന്യൂ ഹൊറൈസൺസ്. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം 1812. 1812 കുറിച്യ കലാപം നടന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോടാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് JC ബോസ്. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി. ഗാന്ധി ഭൂരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതംഗിനി ഹസ്രയാണ്. മാതംഗിനി ഹസ്ര. ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ്. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദമാണ്. വാണിജ്യവാദം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് AO ഹ്യൂമാണ്. AO ഹ്യൂം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ.
ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ്? ലക്ഷദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? അറബിക്കടൽ. തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് ആര്? തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ സ്വാമി വിവേകാനന്ദനാണ് പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. സ്വാമി വിവേകാനന്ദൻ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നു. മാലക്കണ്ണ് ഉണ്ടാകുന്നത് ജീവകം എയുടെ അഭാവം മൂലമാണ്. ജീവകം എ. കരിമീനിന്റെ ശാസ്ത്രീയ നാമം? കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരറ്റൻസിസ് എന്നതാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം. എട്രോപ്ലസ് സുരറ്റൻസിസ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്? മെട്രോ മാൻ ഓഫ് ഇന്ത്യ ഈ ശ്രീധരനാണ്. ഈ ശ്രീധരനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ? ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 ആണ്. 8. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എത്ര അടിയാണ്? മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം 30 അടിയാണ്. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം 30 അടി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജി പറഞ്ഞ അവസരം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. DNA-യുടെ പൂർണ്ണരൂപം? DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വച്ചാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് BN ധർ ആണ്. BN ധർ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ലെന്ന മുദ്രാവാക്യം മുഴക്കിയത്? മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ലെന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേണി മംഗലമാണ്. പാർവതി നെന്മണി മംഗലം. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2010-ലാണ്. 2010. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ.
ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? പെരിയാർ. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ് സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. അവസാനത്തെ ചോദ്യം, മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദിയാണ് ഘഗ്ഗർ നദി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്